ശക്തമായ മഴയെ തുടർന്ന് അരുവിക്കര ഡാമിന്റെ ഷട്ടർ ഉയർത്തി. കിള്ളിയാർ, കരമനയാറുകൾ എന്നിവ കരകവിഞ്ഞൊഴുകിയതിനാൽ സമീപ പ്രദേശങ്ങളിലെ വീടുകളിലേക്ക് വെള്ളം കയറി. വിവരങ്ങളുമായി വിജിൻ ചേരുന്നുണ്ട്. വിജിൻ, കൂടുതൽ വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? സിന്ധൂരി, തീർച്ചയായും സിന്ധൂരി സൂചിപ്പിച്ചതുപോലെ ഈ ശക്തമായ മഴ തിരുവനന്തപുരത്ത് കഴിഞ്ഞ ദിവസങ്ങളിലും ഒപ്പം തന്നെ ഇന്ന് രാവിലെ മുതലും ശക്തമായി തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഈ അരുവിക്കര ഡാമിൻ്റെ വിശ്രപ്രദേശങ്ങളിലും ഒപ്പം തന്നെ മലയോര മേഖലകളിലും വനമേഖലകളിലും തീരദേശ മേഖലകളിലും നഗരമേഖലകളിലും എല്ലാം ശക്തമായ മഴ തന്നെയായിരുന്നു തുടർന്നുകൊണ്ടിരുന്നത്. അല്പസമയം മുമ്പാണ് ഈ നഗര മേഖലകളിൽ മഴയ്ക്ക് അല്പം ശമനമുണ്ടായത്. എന്തായാലും ഈ അരുവിക്കര ഡാമിൻ്റെ ഷട്ടർ 90 സെൻറ്റിമീറ്റർ ഉയർത്തിയതിനെ തുടർന്നാണ് ഇപ്പോൾ കരമന, കിള്ളിയാർ ഈ ആറുകളിൽ വെള്ളം കരയോട് അടുത്ത് നിറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ചില പ്രദേശങ്ങളിൽ, താഴ്ന്ന പ്രദേശങ്ങളിൽ ഉൾപ്പെടെ വീടുകളിലേക്കും വീടിൻ്റെ പരിസരങ്ങളിലേക്കുമൊക്കെ വെള്ളം കയറിയിട്ടുണ്ട്. നിലവിൽ അത്തരത്തിൽ വെള്ളം കൂടുതലായി ഇങ്ങോട്ട് എത്തിക്കൊണ്ടിരിക്കുന്ന ഒരു കാഴ്ച തന്നെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഉച്ച സമയത്ത് ഒന്നും ഇത്രയും വെള്ളം ഈ കരമനയാറിലും അതുപോലെ തന്നെ കിള്ളിയാറിലും ഉണ്ടായിരുന്നില്ല. എന്നാൽ ഉച്ച കഴിഞ്ഞതോടുകൂടി അരുവിക്കര ഡാമിൻ്റെ ഷട്ടർ തുറന്നതോടുകൂടിയാണ് ശക്തമായ നിലയിലുള്ള നീരൊഴുക്കും വെള്ളത്തിൻ്റെ ഒഴുക്കും ഈ പ്രദേശങ്ങളിലേക്ക് ഉണ്ടായിട്ടുള്ളത്. നമ്മളിപ്പോൾ നിൽക്കുന്ന ഈ കരമനയാറിൽ അതിൻ്റെ പ്രദേശങ്ങളിൽ ഒക്കെ ഇത്രയും വെള്ളം നേരത്തെ ഉണ്ടായിരുന്നില്ല. ഉച്ച കഴിഞ്ഞ് ഏകദേശം ഒരു 2 മണിക്ക് ശേഷമാണ് ശക്തമായ രീതിയിൽ വെള്ളം ഇങ്ങോട്ട് എത്തിക്കൊണ്ടിരുന്നത്. എന്തായാലും ഈ മലയോര മേഖലകളിലും ഒപ്പം തന്നെ അരുവിക്കര ഡാമിൻ്റെ വൃഷ്ടിപ്രദേശങ്ങളിലും ശക്തമായ മഴ ഇപ്പോഴും തുടരുന്നുണ്ട് എന്നാണ് റിപ്പോർട്ടുകൾ വരുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ജാഗ്രതാ നിർദ്ദേശം ഉൾപ്പെടെ നൽകിയിട്ടുണ്ട്. കൂടുതൽ ശക്തമായി മഴ പെയ്യുകയാണെങ്കിൽ കൂടുതൽ സെൻറ്റിമീറ്ററുകൾ ഡാം ഉയർത്തുന്ന ഒരു നിലയുണ്ടാകും, ഷട്ടറുകൾ ഉയർത്തുന്ന ഒരു നിലയുണ്ടാകും. അങ്ങനെയായാൽ കൂടുതൽ വെള്ളം ഈ പ്രദേശങ്ങളിലേക്ക് ഒഴുകിയെത്താനുള്ള സാഹചര്യമാണ് നിലവിൽ ഉള്ളത്. എന്തായാലും ശക്തമായ മഴ വരും മണിക്കൂറുകളിൽ തുടരും എന്നാണ് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം മുന്നറിയിപ്പ് നൽകിയിട്ടുള്ളത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ജില്ലാ ഭരണകൂടം ശക്തമായ മുന്നൊരുക്കങ്ങളും ഈ മഴയുമായി ബന്ധപ്പെട്ട് വെള്ളം കൂടുതലായി ഒഴുകിയെത്താനുള്ള സാഹചര്യം ഉണ്ടായാൽ ആളുകളെ മാറ്റിപ്പാർപ്പിക്കുന്നത് ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് കടക്കാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അത്തരം ചർച്ചകളും അടിയന്തര നീക്കങ്ങളും ഒക്കെ ഇപ്പോൾ ഈ പ്രദേശങ്ങളിൽ നടക്കുന്നുമുണ്ട്. എന്തായാലും ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ പെട്ടെന്നാണ് ഈ സ്ഥലത്തേക്ക് ഒരു നീരൊഴുക്ക് ഉണ്ടാകുന്ന സാഹചര്യം, വെള്ളം ഇങ്ങോട്ട് ഒഴുകിയെത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുള്ളത്. ഈ പ്രദേശത്തുള്ള ഒരു ചേട്ടനുണ്ട്, നമുക്ക് ചേട്ടനോട് ചേർന്ന് ചോദിക്കാം, എന്താണ് എപ്പോഴാണ് ഇങ്ങോട്ട് വെള്ളം എത്തിയത്? ചേട്ടാ, ഉച്ചവരെ വലിയ വെള്ളമൊന്നും ഈ കരമനയാറിലോ ഒപ്പം തന്നെ കിള്ളിയാറിലോ ഉണ്ടായിരുന്നില്ല എന്നാണ്, പെട്ടെന്നാണ് വെള്ളം ഇങ്ങോട്ട് ഒഴുകിയെത്തിയത്. രാവിലെയൊക്കെ വെള്ളം കുറവായിരുന്നു, ഉച്ചയ്ക്ക് ശേഷം വെള്ളം ഇതേണക്ക് ശരി കയറി, ഈ പാർക്കിൻ്റെ സൈഡൊക്കെ കയറി, നീ കോലിൻ്റെ അകത്തും കയറും. ശക്തമായ മഴ തന്നെയാണ്. ശക്തമായ മഴ ഇന്നലെ രാത്രി നല്ല പെയ്തിട്ടുണ്ട്. ഇവിടെ ഈ സാധാരണ ഇവിടെ ഇങ്ങനെ വെള്ളം കയറാറുണ്ടോ? പെട്ടെന്ന് അങ്ങനെ നല്ല മഴ പെയ്ത വെള്ളം കയറും. ഈ പാർക്കിലേക്ക് വെള്ളം കയറും. എന്തായാലും സിന്ധൂരി, ഇത് തന്നെയാണ്, ഈ ശക്തമായ മഴ ഇനിയും തുടരുകയാണെങ്കിൽ കൂടുതൽ ഈ കരയിലേക്ക് കൂടുതലായി കരമനയാർ കയറാനുള്ള സാഹചര്യമാണ് നിലനിൽക്കുന്നത്. അത്തരത്തിൽ ശക്തമായ മഴയുണ്ടാകുന്ന സാഹചര്യങ്ങളിലൊക്കെ ആ രീതിയിലാണ് വെള്ളം ഇങ്ങോട്ട് കയറാറ്. കൂടുതൽ ആളപായമോ നാശനഷ്ടങ്ങളോ ഒന്നും രേഖപ്പെടുത്തിയിട്ടില്ലെങ്കിലും റിപ്പോർട്ട് ചെയ്തിട്ടില്ലെങ്കിലും ഇത്തരത്തിൽ ശക്തമായ മഴ തന്നെ തുടരുന്ന ഒരു നിലയുണ്ടായാൽ കൂടുതൽ ആളുകളെ മാറ്റിപ്പറപ്പിക്കേണ്ട സാഹചര്യത്തിലേക്ക് കൂടി കടക്കേണ്ടി വരും. അതിനുള്ള എല്ലാ ക്രമീകരണങ്ങളും നിലവിൽ ജില്ലാ ഭരണകൂടം നടപ്പിലാക്കിയിട്ടുണ്ട്. ശക്തമായ മഴ ഇപ്പോൾ നിലവിൽ ഈ നഗരപ്രദേശങ്ങളിൽ ഇല്ല. പക്ഷേ കാട്ടാക്കട, അതുപോലെ തന്നെ പാറശാല, മറ്റ് മേഖലകൾ, വർക്കല ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിലും ശക്തമായി തന്നെ തിരുവനന്തപുരം ജില്ലയിൽ മഴ പെയ്യുന്നുണ്ട്. ഇപ്പോൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്നത് ഇപ്പോൾ വേലികെട്ടി തിരിച്ചിരിക്കുന്ന ഈ ഭാഗം നിലവിൽ പാർക്കായിരുന്നു. ആ പാർക്കിലേക്കാണ് വെള്ളം കയറിയിട്ടുള്ളത്. കൂടുതൽ ഈ മഴ ശക്തമായി പെയ്യുകയും വെള്ളം ഇങ്ങോട്ട് എത്തുകയും ചെയ്യുന്ന ഒരു സാഹചര്യമുണ്ടായ ഈ പാർക്കിലേക്ക് മുഴുവനായും വെള്ളം കയറാനുള്ള സാധ്യതയുണ്ട് എന്നാണ് നാട്ടുകാർ തന്നെ പറയുന്നത്. അത്തരത്തിൽ സാധാരണഗതിയിൽ അത്തരം ശക്തമായ മഴ ഉണ്ടാകുന്ന സാഹചര്യങ്ങളിൽ അങ്ങനെ വെള്ളം കയറാറുമുണ്ട്. അതുകൊണ്ട് തന്നെ എല്ലാ ജാഗ്രതാ നിർദ്ദേശവും അത്തരത്തിൽ ഈ മറ്റ് മേഖലകളിലും ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ചിലയിടങ്ങളിൽ വീടുകളിലേക്ക് ഉൾപ്പെടെ വെള്ളം കയറുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ ഈ ചളിവെള്ളത്തിന് കാരണം ശക്തമായ നീരൊഴുക്ക് ഈ വൃഷ്ടിപ്രദേശങ്ങളിൽ ഉണ്ടാവുകയും അതിനെ തുടർന്ന് ഡാം തുറക്കുകയും ഡാം തുറന്നതിനെ തുടർന്ന് വെള്ളം പെട്ടെന്ന് തന്നെ ഈ ആറുകളിലേക്ക് എത്തുകയും ചെയ്ത ഒരു സാഹചര്യത്തിലാണ് ഇത്തരത്തിൽ ശക്തമായ നീരൊഴുക്കും ഒപ്പം തന്നെ ഈ കലങ്ങിയ വെള്ളം ഇങ്ങോട്ട് കുതിച്ചെത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം.